നീ പണ്ടം ചേർത്ത് മലയാളം പണം പിടിക്കും അല്ലേ? ആരെന്തായി പറഞ്ഞു? വിട്ടില്ലെങ്കിൽ അച്ഛനാരെ പോയി പിടിച്ചോണ്ട് പോണ വഴി. എല്ലാവരും വണ്ടി കയറാ. നീ കയറ ഹമീദ്. ഇനിയും റെസ്റ്റ്ലെസ് ആകുകയാണെങ്കിൽ ഒരു ആംപ്യൂൾ കൂടെ കൊടുത്തേക്കും.
ഇതുവരെ യൂറിൻ പോയില്ലല്ലോ. പോയില്ല സർ. ഓ സാരമില്ല, കോമ്പൗണ്ട് അല്ല. ഡോക്ടർ, എങ്ങനെയാണ് അവസ്ഥ? പരമേശ്വരന് ബോൺ ഫ്രാക്ചർ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ജോസ് ഈസ് വെരി സീരിയസ്. ഹെഡ് ഇഞ്ചുറിയാണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോയാലും ഹെഡ് ഇഞ്ചുറിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഹീസ് എ ക്രിമിനൽ, ഇസ് ഇറ്റ്? നൊട്ടോറിയസ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അയാളുടെ മരണമാണ്. ഞാൻ പോലും. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. നാട്ടിലൊക്കെ മരിച്ചു എന്ന അറിവ്. അതവിടെ ആളുകൾ ആഘോഷിക്കുകയാണ്. അച്ഛനെന്ന് ഭ്രാന്തായി ഭ്രാന്ത്. അതെന്നെ ഞാനും പറഞ്ഞ കുർത്തം കെട്ടവേ, നീ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നീ ആ ചട്ടമ്പികളുടെ കൂടെ ചേരാൻ പോവാണോ? ഞങ്ങളൊരു രസത്തിന് വെറുതെ ചാവാൻ നോക്കണ്ട. ജോസി എത്തിട്ടില്ല. അവൻ തിരിച്ചു വന്നാണ്ടല്ലോ കോഴി ഇറക്കണ പോലെ ഇറക്കും. തിരിച്ചു വന്നാലല്ലേ പിന്നെ കഴുത്ത് ഞങ്ങൾ നീട്ടി കൊടുക്കുകയും വേണം. എന്റെ ഗോപാല സാറേ, സേതു ഞങ്ങളുടെ ഫ്രണ്ടാ. സേതുവിന്റെ പേര് കേട്ടാലും ജോസ് കിടുകിട്ട പറയും. എന്നിട്ട് സേതു ഇവിടെ ജോസ് വീഴുന്നതിന് മുമ്പ് അച്ഛനും അറിയില്ല, മോനും അറിയില്ല. അതാണ് ജോസ്. ജോസാണെന്ന് അറിഞ്ഞ ആ നിമിഷം മുങ്ങിയ ചക്കൻ ഇനി തിരിച്ചു വന്നാ പറയാ വന്നു. രമണൻ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ദേവി കിടന്ന് കരച്ചിലോട് കരച്ചിൽ. ഇനിയിപ്പൊ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടാവോ? അവിടെ ആവുമ്പോ പെട്ടെന്നാരും അന്വേഷിച്ചെത്തില്ലല്ലോ. ഏയ്, അങ്ങോട്ടൊന്നും അവൻ പോവില്ല. നമുക്ക് ഒരു നല്ല വക്കീലിനെ കണ്ടെന്ന് ആലോചിച്ചാലോ? ഇനിയിപ്പോ ആരെ കണ്ടിട്ടെന്താ പ്രയോജനം? എല്ലാം പോയില്ലേ. ഛേ, നീ അമ്മൂനേക്കാൾ കഷ്ടമായാലും എങ്ങനെയാ അച്ചു? നീയല്ലേ ആ പിള്ളേർക്കും അമ്മൂനൊക്കെ ധൈര്യം കൊടുക്കേണ്ടത്? ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പറ. അയാളെ മരിച്ചുപോയാൽ എന്റെ മോൻ കൊലക്കേസ് പ്രതിയാ. യൂണിഫോം ഇട്ട് കാണാൻ കൊതിച്ച. ഇക്കാലത്ത് കൈ കാശുണ്ടേ കൊലക്കേസൊക്കെ വെറും പെറ്റി കേസാണ്. ഈ ജോസ് തന്നെ 8-9 പേരെ കൊന്നിട്ടുള്ളവനല്ലേ. ശിക്ഷിച്ച എത്രയാ? അത്രേ ഉള്ളൂ. പോലീസ് ജീപ്പാ. സേതൂടെ എത്തിയിട്ടില്ല. എത്തിയ ആ നിമിഷം ഞാൻ സാറിന് മുമ്പിൽ അകലാക്കും. നമുക്ക് സംസാരിക്കാം. നമസ്കാരം. മനസ്സിലായില്ല? ഞാൻ സേതുവിന്റെ അമ്മാവനാ, കൃഷ്ണൻ നായരെന്നാ പേര്. എന്റെ മോൻ പാവമാണ് സാറ്. ഒരെറുമ്പിനെ പോലും അവൻ ഉപദ്രവിക്കില്ല. അവനെ രക്ഷിക്കണം. അമ്മോ, യാതോ നമ്മുടെ മോനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തവനാ. അറിവില്ലാതെ. മകനെ രക്ഷിക്കണമെന്നൊരു അമ്മ ആവശ്യപ്പെടുന്നത് അറിവില്ലായ്മയാണോ ചോദിച്ചാൽ? ഞാനൊരു പോലീസുകാരനായി പോയില്ലേ സാറേ? എന്ന് വെച്ച് നമ്മൾ അത് മാത്രമല്ലല്ലോ. അമ്മയുടെ മകനൊരു അബദ്ധം പറ്റിയാണെന്ന് എനിക്കറിയാം. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാം. പോരെ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ സംസാരിക്കാം. എന്നാൽ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോണം. യേശു അപ്പുറത്തേക്ക് പോ. നിങ്ങളും പോണം. അല്ല, ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി, പോണം. അപ്പുറത്തേന്ന് മറന്നു നിൽക്കണ്ട. മനസ്സിലായില്ലേ? ആ, അച്യുതനായരെ, നമ്മൾ പലർക്കു വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട്. കാണാത്തതിനെ കണ്ടുവെന്നും കണ്ടതിനെ കണ്ടില്ല എന്നും നടിച്ചിട്ടുണ്ട്. എല്ലാം മറ്റാർക്കോ വേണ്ടി. നമുക്ക് വേണ്ടിയും ചിലതൊക്കെ കണ്ടില്ല എന്നടിക്കാം. FIR-ൽ സേതുമാധവൻ പ്രതിയല്ല. പൂർവ്വവൈരാഗ്യമുള്ള മറ്റേതോ റൗഡിയാണ് പ്രതി. നമ്മൾ മൊഴികൾ എടുത്തിരിക്കുന്നതും അത്തരത്തിലാണ്. അത് വേണ്ട സാറേ, ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. വേണ്ട. ആര് പറഞ്ഞു കൂട്ടു നിൽക്കണമെന്ന്? സേതു എവിടെയാണെന്ന് അന്വേഷിച്ച് വിഷമിക്കേണ്ടത്. അയാൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. സംഭവം നടന്ന ശേഷം അയാൾ ആദ്യം എത്തിയത് എൻ്റെ അടുക്കലാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം. കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം അയാൾ. ജോസിന്റെ മൊഴിയാണ് പ്രശ്നം. മരണമൊഴി തരാൻ ജോസിന് കഴിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം പോലിരിക്കും. പോട്ടെ.
ജോസേ ജോസേ പറയൂ, ആരാ നിങ്ങളെ അടിച്ചത്? അറിയില്ല. ഏ? അറിയില്ല. കണ്ടറിയോ? ഇല്ല. സാർ, ജോസേട്ടന് ബോധം ശരിക്കും വീണിട്ടില്ല. ജോസേട്ടൻ അറിയാം ആരാണെന്ന്. ജോസിന്റെ മുഴുവൻ അടിക്കുന്നത് നിങ്ങൾ സംസാരിക്കണ്ട. എനിക്ക് ബോധമുണ്ട്. അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ജോസേട്ടൻ എന്താ ഈ പറയുന്നത്? അവനെ എനിക്ക് വേണം. ജയിലിൽ പോയി രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല.